ഈ സമയത്ത് വെള്ളാപ്പള്ളിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ലീഗ് മുഖപത്രം ചന്ദ്രിക രംഗത്ത് വരുന്നു. ചോദ്യം ചോദിക്കുന്നവരെ തീവ്രവാദിയാക്കി കേരള തുഗാഡിയ വിലസുന്നുവെന്ന് വിമർശനം. വെള്ളാപ്പള്ളി വാ പോയ കോടാലി, മഹാരഥന്മാർ ഇരുന്ന സംഘടനയുടെ തലപ്പത്തിരുന്ന് വിഷം വമിപ്പിക്കുന്നത് സങ്കടകരം. വെള്ളാപ്പള്ളിക്കെതിരായ കേസുകളിൽ തുടർ നടപടിയില്ലാത്തത് അന്തർധാരയുടെ ഭാഗം. സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ചർച്ച മാറ്റാനാണ് ഇപ്പോഴത്തെ നീക്കമെന്നും ചന്ദ്രികയുടെ വിമർശനം ഉയരുകയാണ്. പ്രസാദ് ഉടുമ്പശ്ശേരി വിശദമായ വിവരങ്ങൾ പങ്കുവയ്ക്കും. പ്രസാദ്, ചന്ദ്രിക അങ്ങനെ ശക്തമായ ഭാഷയിൽ തന്നെ വെള്ളാപ്പള്ളിക്കെതിരെ പറയുന്നു, അതിലൂടെ സർക്കാരിലേക്കും വിരൽ ചൂണ്ടി കാര്യങ്ങൾ വ്യക്തമായി തന്നെ പറഞ്ഞു വെക്കുന്നു. ഏത് രീതിയിലാണ് വിമർശനങ്ങൾ? സംഗീത, സമീപകാലത്ത് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ള വർഗീയ പരാമർശങ്ങൾക്കെതിരെയാണ് ചന്ദ്രികയുടെ പ്രതികാര പങ്ക്തിയായിട്ടുള്ള പ്രതിച്ഛായയിൽ വലിയ തോതിലുള്ള വിമർശനമുള്ളത്. കേരള തൊഗാഡിയ എന്ന് തന്നെയാണ് വിശേഷിപ്പിച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടത്തിയിട്ടുള്ള പരാമർശങ്ങളെ വിമർശിക്കുന്നത്. വെള്ളാപ്പള്ളി വായ പോയ കൊടാലിയാണ്. അതോടൊപ്പം തന്നെ ഈ 2024 മുതലാണ് വെള്ളാപ്പള്ളി ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ നടത്തി തുടങ്ങിയിട്ടുള്ളത്. പക്ഷേ അതിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കാൻ LDF സർക്കാർ, പിണറായി സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. വെള്ളാപ്പള്ളിക്കെതിരെ മറ്റൊരു വിമർശനം എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി കേന്ദ്രത്തെയും അതുപോലെ തന്നെ പിണറായിയെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അതിന് കാരണമായി പറയുന്നത് വെള്ളാപ്പള്ളിക്ക് Z കാറ്റഗറി സുരക്ഷ കേന്ദ്രം നൽകിയതിന്റെ നന്ദിയും, മറ്റൊന്ന് മൈക്രോ ഫിനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെള്ളാപ്പള്ളിക്കെതിരെ 21 കേസുകൾ കുറ്റപത്രം സമർപ്പിച്ചെങ്കിൽ പോലും മറ്റ് നടപടികളൊന്നും തന്നെ പിണറായി സർക്കാർ എടുത്തിട്ടില്ല. അതിന്റെ നന്ദി കൂടിയാണ് പിണറായിയെ സഹായിക്കുന്നത് എന്നാണ് പറയുന്നത്. മറ്റൊന്ന് PDGS മകൻ തുഷാർ വെള്ളാപ്പള്ളി ഇതിൽ BDGS രൂപീകരിച്ചുകൊണ്ട് അവിടെ കേന്ദ്രത്തിന് സഹായിക്കുന്നു. വെള്ളാപ്പള്ളി ഇപ്പുറത്ത് LDFന്റെ ഒപ്പം നിൽക്കുന്നു. അങ്ങനെ വർഗീയ ഇടപെടൽ നടത്തിയാണ് വെള്ളാപ്പള്ളി മുന്നോട്ട് പോകുന്നത്. ഇതിനെതിരെ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ചന്ദ്രികയുടെ വിമർശനം. അതോടൊപ്പം കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകനെ തീവ്രവാദി എന്ന് വിളിച്ചതിൽ അതിൽ രൂക്ഷമായ വിമർശനവും ചന്ദ്രിക നടത്തുന്നുണ്ട്. ശരി പ്രസാദ്, എന്താണെങ്കിലും ചന്ദ്രിക ശക്തമായ ഭാഷയിൽ തന്നെ ആ കാര്യങ്ങളെ പറഞ്ഞു വെക്കുന്നു.